അതെ. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. അഖില കേരള തന്ത്രസമാജം ഉത്തരമേഖലയുടെ വൈശാഖമാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന വെബിനാറിന്റെ 14ാം ദിവസമായ ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 6ാം സ്കന്ധത്തിലെ 21 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ പാരായണത്തിനും പ്രഭാഷണത്തിനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭാഗവത ആചാര്യനായിട്ടുള്ള ബ്രഹ്മശ്രീ പെരിഗമന. ഔപചാരികമായ സ്വാഗത ഭാഷണത്തിനും അതുപോലെ ആദരണീയനായ പ്രഭാഷകനെ പരിചയപ്പെടുത്തുന്നതിനുമായി ബ്രഹ്മശ്രീ നാരായണൻ പുതുമനയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നാരായണൻ പുതുമന, സ്വദേശം തൃശ്ശൂരാണ്. ഇപ്പോൾ നിലവിൽ ദുബായിലാണുള്ളത്, ഇവിടെ ജോലി ചെയ്യാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രഭാഷകനായിട്ടുള്ള അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഭാഗവത ശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി അവറുകളാണ് ഇന്നത്തെ ഈ പ്രഭാഷണം നയിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമായി ഭക്തജന ഹൃദയങ്ങളിൽ വളരെ വലിയൊരു സ്ഥാനം നേടിയെടുത്ത ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി കഴിഞ്ഞ 28 വർഷങ്ങളിലേറെയായി 500-ൽ പരം ഭാഗവത സപ്താഹങ്ങളും 3000-ൽ പരം ആധ്യാത്മിക പ്രഭാഷണങ്ങളും നടത്തിക്കഴിഞ്ഞ ഒരു മഹത് വ്യക്തിയാണ്. ശ്രീ പയ്യളിക്ക കൃഷ്ണൻ തിരുമേനിയാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ശ്രീമദ് ഭാഗവത ധർമ്മ വിചാര സത്രം എന്ന പേരിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളിലും പരമ്പരയായി ഭാഗവത പഠന സത്രം നടത്തിക്കൊണ്ട് സാധാരണക്കാരിൽ ഭാഗവത സന്ദേശം എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ പെരിഗമന അതിന് തുടക്കം കുറിച്ചത് ശ്രീ മാവുങ്കൽ ശ്രീരാമക്ഷേത്രത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ നാമത്തിലും ഈ ബാക്കിയുള്ള എല്ലാ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെ സർവേശ്വരൻ ഗുരുവായൂരപ്പന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരണീയമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രഭാഷണത്തിനായി ആദരണീയനായ ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശങ്കരൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ദേവി ഭാഗവത പ്രഭാഷണ പാരായണ പരമ്പരയില് ഈ ഒരു സുദിനത്തില് ഇതിൽ എത്തിച്ചേരാൻ സാധിച്ചത് ജന്മാന്തര സുഹൃതം. ഓം നമോ ഭഗവതേ വാസുദേവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സൃഷ്ട്വാഖിലം ജഗദിദം സദസൽ സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താ സർവജനനീം മനസാ സ്മരാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ത പരിത്രാണേ
ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാനിധേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, വൈശാഖ മാസത്തിൽ അഖില കേരള തന്ത്രി സമാജം ഉത്തര മേഖലയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ, ആധ്യാത്മിക ഭക്തി പോഷണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ദേവി ഭാഗവതം എന്ന വളരെ വിശേഷപ്പെട്ട പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തി 30 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പാരായണ പ്രഭാഷണ പരമ്പരകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ സുദിനത്തില് ദേവി ഭാഗവതത്തിലെ കുറെ അധ്യായങ്ങളുടെ ഒരു ചുരുക്കം സംഗ്രഹം പ്രഭാഷണമാണ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. പാരായണ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുകൊണ്ട് കൂടുതൽ പാരായണത്തിലേക്ക് കിടക്കാതെ നമുക്കൊന്ന് വളരെ ചുരുക്കിയിട്ട് ഈ അധ്യായങ്ങളുടെ ഒരു ചെറിയ സാരസംഗ്രഹം മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദേവി ഭാഗവതത്തില് നമുക്ക് വളരെ എല്ലാവർക്കും പരിചിതമാണ്. ദേവി ഭാഗവതം എന്ന് കേട്ടിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണ് വളരെ വളരെ ഗൗരവമേറിയിട്ടുള്ള കഥാഭാഗങ്ങളും തത്വങ്ങളും സ്തുതികളും വിശേഷപ്പെട്ട സഹസ്രനാമങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ് ദേവി ഭാഗവതം. ഓരോ ദിവസങ്ങളിലായിട്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 6ാമത്തെ സ്കന്ധത്തിലാണ് പ്രഭാഷണം എത്തി നിൽക്കുന്നത്. 6ാമത്തെ സ്കന്ധത്തിൽ 21 മുതൽ 31 വരെ 31ാം അധ്യായത്തോട് കൂടിയിട്ട് ഈ സ്കന്ധം സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്രയും അധ്യായങ്ങൾ, ഏതാണ്ട് 11 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്ന് ഓടിച്ചനുസ്മരിക്കുന്നത്. 21 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിലൂടെ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന കഥാഭാഗങ്ങളാണ് നമുക്കൊന്ന് ചുരുക്കിയിട്ട് മനസ്സിലാക്കാനുള്ളത്. വിസ്തരിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ വളരെ വിപുലമായിട്ടുള്ള കഥാഭാഗങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാഭാഗങ്ങളാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് 21ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം തന്നെ 20ാമത്തെ അധ്യായത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ള കഥാഭാഗമാണ്. ഹൈഹയ വംശ വിവരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ
ദേവി ഭാഗവതത്തിലെ 6ാമത്തെ ഈ സ്കന്ധത്തില് 21 മുതൽ നമുക്കിന്നൊന്ന് ചെറുതായിട്ട് അനുസ്മരിക്കാം. ഏകവീര ചരിതത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ചുരുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ആ സങ്കല്പത്തിൽ നിന്നുള്ള സന്താനമാണ് ഏകവീരൻ എന്ന ഈ ഹൈഹയന്റെ ചരിത്രം. കീർത്തിമാനായ യയാതിയുടെ പുത്രൻ ഹരിശർമ്മ എടുത്തു വളർത്തിയ കുട്ടിയാണ് ഈ ഏകവീരൻ. ഏകവീരൻ വളർന്ന് വലുതായി. ഹരിശർമ്മ രാജ്യഭാരം ചെയ്യുന്ന അദ്ദേഹം കാലക്രമേണ പുത്രനെ രാജ്യഭാരം ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് മൈനാക പർവ്വതത്തിൽ ചെന്ന് അനേക കാലം തപസ്സനുഷ്ഠിച്ച് സ്വർഗത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഹരിശർമാവിന്റെ കഥയിലൂടെ പറഞ്ഞത്. പൂർവ ഭാഗത്തില് ഏകവീരൻ എന്ന രാജാവ് നായാട്ടനായിട്ട് ഒരിക്കൽ കാട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് ഉണ്ടായ ചില സംഭവങ്ങളാണ് പിന്നീട് നമുക്ക് വിവരിച്ചു തരുന്നത്. അവിടെ ഒരു തടാകക്കരയില് അദ്ദേഹം നായാട്ടിനിടയിൽ കുതിരകളൊക്കെ മാറ്റി നിർത്തി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി സൈനികരോട് കൂടിയിട്ട് വിശ്രമിക്കുന്ന സമയത്ത് തടാകക്കരയിൽ ഒരു സുന്ദരിയായ സ്ത്രീ യുവതി ദുഃഖിതയായിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ ആ കുട്ടിയെ സമീപിച്ചു. ആരാണ്, എന്താണ്, നീ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു, ഞാൻ യശോവതിയാണ് എന്ന് പറഞ്ഞ് അവളുടെ ചരിത്രം മുഴുവനും പറയുകയാണ്. അതായത് രഭ്യൻ എന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പത്നി രുഗ്മരേഖ, അവര് രണ്ടുപേരും വളരെ ഭംഗിയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് സന്താനമില്ലാത്ത ദുഃഖം വളരെയധികം ഉണ്ടായി. അങ്ങനെ വളരെയധികം ദുഃഖിച്ച് നിലവിളിച്ചുകൊണ്ട് എപ്പോഴും കഴിഞ്ഞുകൂടും. രാജ്യഭാരത്തിന് ഒരു ഭരണാധികാരി ഇല്ല, അല്ലെങ്കിൽ ഒരു സന്താനമില്ലാത്ത ദുഃഖം, അതെല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യാഗമൊക്കെ നടത്തി. ആ യാഗാഗ്നിയിൽ നിന്ന് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ ഏകാവലി എന്ന പേര് വിളിച്ചിട്ട് ദാ നിങ്ങൾ വളർത്തിക്കോളൂ, സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടൂ എന്ന് ഋത്വിക് നിർദ്ദേശിച്ചു. അങ്ങനെ ഈ രാജാവിന്റെ പുത്രിയായിട്ട് ഏകാവലി അങ്ങനെ വളർന്നു വരികയാണ്. ആ രാജാവിന്റെ പുത്രിയുടെ, ഏകാവലിയുടെ അടുത്ത തോഴിയാണ് ഈ യശോവതി. അവളിങ്ങനെ കാട്ടിൽപ്പെട്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദുഃഖിതയായിട്ട് നിലവിളിക്കുകയാണ്. അപ്പോഴെന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചു. അത് ചോദിച്ചത് നമ്മുടെ ഏകവീരൻ എന്ന രാജാവാണ്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ഈ തടാകക്കരയിൽ അതിസുന്ദരമായ സ്വച്ഛ നീലിമയാർന്ന ജലവും ധാരാളം താമരകളൊക്കെയുള്ള പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തില് ദാഹവും വിശപ്പും മാറ്റിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഈ സംഭാഷണങ്ങൾ നടക്കുന്നത്. പിന്നീട് അധ്യായം വെച്ച് നമുക്ക് മനസ്സിലാക്കാനില്ലെങ്കിലും 22ാമത്തെ അധ്യായത്തിലാണ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ആ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്താണ് നീ ദുഃഖിക്കാൻ കാരണമെന്ന് അങ്ങ് ചോദിച്ചില്ലേ, അതിനുള്ള കാരണം ഞാൻ പറയാമെന്ന് പറഞ്ഞു. എപ്പോഴും ഈ പെൺകുട്ടിക്ക്, അതായത് ഈ രാജകുമാരിക്ക് താമര പൊയ്കയോടാണ് അധികം ഇഷ്ടം. താമര വളർന്നു നിൽക്കുന്ന ഈ പ്രദേശത്ത് എന്നും വരുമായിരുന്നു. അങ്ങനെ ഒപ്പം തന്നെ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, തോഴിയായ എന്നെ, ഞാനും ഇവിടെ വരും. പക്ഷെ ഇത് രാജാവിന് ഇത്രയും അകലെ ആറ്റുനോറ്റുണ്ടായ കുട്ടിയെ വിടുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അവിടെ തന്നെ അതിമനോഹരമായിട്ടുള്ള താമര പൊയ്ക കൊട്ടാരത്തിൽ തന്നെ ഉണ്ടാക്കി, ആ ഒരു അന്തരീക്ഷം കൃത്രിമമായിട്ടുണ്ടാക്കി. ഇനി ഇവിടെ മതി എന്ന് പറഞ്ഞു. തോഴിയും അവരൊക്കെ വരാതായി. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഈ കൃത്രിമമായിട്ടുള്ള താമര പൊയ്കയേക്കാൾ ഇഷ്ടം വനത്തിനുള്ളിലുള്ള ഈ തടാകമാണ്. അങ്ങനെ ഒരിക്കൽ അവര് ഇവിടെ വന്നു, വീണ്ടും വന്നു. അങ്ങനെ വന്ന സമയത്താണ് ഒരു അസുരൻ അവിടെ
അങ്ങനെ എത്തിച്ചേരുന്നു. കുറെ ശിങ്കടികളോട് കൂടിയിട്ട് ഒരു അസുരൻ എത്തിച്ചേർന്നു. കാലകേതു എന്നാണ് ആ അസുരന്റെ പേര്. അങ്ങനെ ആ അസുരൻ ബലപ്രയോഗത്തിലൂടെ, മായാപ്രയോഗത്തിലൂടെ, പാതാളത്തിലാണ് അസുരന്മാര് ഇവരൊക്കെ താമസിക്കുന്നത്. ആ കാലകേതു തന്റെ കൊട്ടാരത്തിലേക്ക്, അസുര കൊട്ടാരത്തിലേക്ക് ബലാത്കാരേണ മായാപ്രയോഗത്തിലൂടെ പിടിച്ചു കൊണ്ടുപോകുന്നു രാജകുമാരിയെ, ഏകാവലിയെ. ഞാനും പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ചെന്നു. എന്നെ കണ്ടതോടുകൂടി ദുഃഖം കൂടി. ഒടുവിൽ എന്നെ കൂടി ആ രഥത്തിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയി. അങ്ങനെ 2 പേരും ആ തടവറയിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമില്ല. രാജകുമാരിയെ മറ്റൊരു തടവറയിൽ, എന്നെയും ഒപ്പം തന്നെ അടച്ചിട്ടു. പക്ഷേ ഞാനിങ്ങനെ പലപ്പോഴും പലതും ആലോചിച്ചുകൊണ്ട് ദുഃഖിതയായിട്ട് തളർന്നുറങ്ങുകയാണ് പതിവ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സർവാർത്ഥ സാധികയായ, സർവമംഗള സ്വരൂപിണിയായ ആ ജഗദംബിക സ്വപ്നത്തിൽ എനിക്ക് ദർശനം തന്നു. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആ ദേവി മഹാത്മ്യത്തിലൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന വിശേഷ സ്വരൂപിണിയായിട്ടുള്ള ജഗദംബിക സ്വപ്ന ദർശനം നൽകി. ആ ദർശനത്തിൽ പറഞ്ഞു, ആഗ്രഹം സാധിക്കാതെ എന്നെ ആശ്രയിച്ചവര് ദുഃഖിക്കാൻ ഞാൻ ഒരിക്കലും ഇടവരുത്താറില്ല. ആത്മാർത്ഥമായിട്ട് എന്നെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൈവെടിയില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ലവലേശം പോലും പരിഭ്രമിക്കേണ്ട. എൻ്റെ വിശേഷപ്പെട്ട ആ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഞാൻ ആ മന്ത്രത്തോടുകൂടി തുണയായിട്ട് ഒപ്പം തന്നെ ഉണ്ടാകും. ദേവീ മന്ത്രം സ്മരിക്കുക. ആപതിക്കും കരണീയം. ദുഃഖം വരുന്ന സമയത്ത് എൻ്റെ ആ സ്മരണ മാത്രം തന്നെ മതി. അതുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് കാര്യപ്രാപ്തി നേടിയെടുക്കൂ എന്ന് സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രഭാവം ഉണ്ടായി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ സ്വപ്ന ദർശനത്തിൽ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആ ദേവി പറഞ്ഞത് പ്രകാരം ഞാനതാ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ആ ജഗദംബിക എനിക്ക് വഴി കാണിച്ചു തന്നു. ഒപ്പം തന്നെ ഉള്ളതായിട്ട് തോന്നി. ഞാൻ വീണ്ടും ഈ തടാകക്കരയിലെത്തി. പക്ഷെ രാജകുമാരി തടവറയിലാണ്. രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല. രാജകുമാരിയെ രക്ഷപ്പെടുത്താൻ ഏകവീരൻ എന്ന ഹൈഹയൻ ഒപ്പം തന്നെ ഉണ്ടാകും. അദ്ദേഹത്തെ വിവരമറിയിക്കണം, അദ്ദേഹത്തെ കാണും എന്നൊക്കെയാണ് ദേവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാനിതാ ഇവിടെ ദുഃഖിതയായിരിക്കുകയാണ്. ആ രാജാവിനെ എപ്പോഴാണ് കാണുക എന്ന് എനിക്കറിയില്ല എന്ന് ഈ യശോപതി എന്ന തോഴി അവിടുന്ന് പറയുന്നു. ഇതോടുകൂടി ഏകവീരൻ എന്ന ഈ ഹൈഹയ മഹാരാജാവ് പറഞ്ഞു, നിന്നോട് ദേവി പറഞ്ഞ, സ്വപ്നത്തിലൂടെ പറഞ്ഞ ആ ഹൈഹയൻ എന്ന ഏകവീര മഹാരാജാവ് ഞാൻ തന്നെയാണ്. അപ്പോൾ തോഴി പറഞ്ഞു, ഈ രാജാവ് രഭ്യൻ എന്ന രാജാവ് ഏകാവലിയുടെ പിതാവ് ഏകവീരൻ എന്ന മഹാരാജാവിന് തൻ്റെ മകളെ വിവാഹം ചെയ്യിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി പറഞ്ഞതോടുകൂടി ഏകവീരന് സന്തോഷമായി. അങ്ങനെ വഴി കാണിച്ചു തരൂ, ഞാൻ പുറപ്പെടാം എന്ന് പറയുന്ന രംഗം അടുത്ത ഒരു അധ്യായത്തിലൂടെ വിവരിക്കുന്നു. ഏകവീരൻ പറയുന്നു, എനിക്ക് എവിടെ എത്താനുള്ള മാർഗം പറഞ്ഞു തരിക. മഹാദേവിയുടെ മന്ത്രം ഗ്രഹിച്ച് ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി നമുക്കിതാ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. കാരണം അമ്മയുടെ അനുഗ്രഹം ഉണ്ടായാൽ പ്രയാസമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ആ ദേവിയെ പ്രാർത്ഥിക്കാം വേണ്ടതുപോലെ. അങ്ങനെ നമുക്ക് പുറപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെ ദേവി
മന്ത്രത്തെ വേണ്ടതുപോലെ ഗ്രഹിച്ച് യശോവതിയോടൊത്ത് അസുരപുരിയില് പ്രവേശിക്കുന്നു ഈ ഏകവീര മഹാരാജാവ്. രാക്ഷസൻ സൈന്യ സമേതനായിട്ട് അനേകമനേകം സൈന്യങ്ങളോടുകൂടി യുദ്ധസന്നാഹങ്ങളോടുകൂടിയിട്ട് ഇതാ യുദ്ധത്തിനായിട്ട് വരുന്നു. പക്ഷെ ഈ മഹാരാജാവും ഏകവീരനും സർവ സൈന്യങ്ങളോട് കൂടിയിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ആ സൈന്യങ്ങൾ തമ്മിൽ ഘോരമായ യുദ്ധമായി. ഏറ്റവും ഒടുവിലായിട്ട് ഈ കാലകേതു എന്നുള്ള രാക്ഷസ രാജാവ് തന്നെ യുദ്ധത്തിനായിട്ട് വന്നു. രണ്ടുപേരും നേർക്ക് പോരാടി. അതിഭയങ്കരമായ കാലകേതു ഏകവീര യുദ്ധം നടക്കുന്നു അവിടെ. ആ യുദ്ധത്തിന്റെ ഒടുവില് അതിശക്തമായ ഏകവീര രാജാവിന്റെ ഗദാപ്രഹരമേറ്റ് കാലകേതു എന്നുള്ള അസുരൻ കാലപുരിക്ക് എത്തുന്ന രംഗം. രമാസുതനാണ് ഏകവീരൻ. രമ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ്. ആ അനുഗ്രഹം ഒപ്പം തന്നെ ഉണ്ട്. ലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും ഭദ്രയായിട്ടും പല പല പേരുകളിൽ ദുർഗാ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, കുമുദ, ചണ്ഡിക, മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക തുടങ്ങി അനേകം പേരുകളിൽ അറിയപ്പെടുന്ന ജഗദംബിക, ആ ജഗദംബികയുടെ ചൈതന്യത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഏകവീരന് ഒരു പ്രയാസവും കൂടാതെ യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചു. അസുരൻ മരിച്ചു വീണതിന് ശേഷം നമ്മുടെ യശോവതി തോഴി മെല്ലെ ചെന്ന് രാജകുമാരിയോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. മലിന ശരീരിയായി മലിന വസ്ത്രം ധരിച്ച് ദുഃഖിതയായി കഴിഞ്ഞുകൂടുന്ന ആ തടവറയിൽ കഴിയുന്ന ദേവിക്ക് ആ രാജാവിനെ മുഖം കാണിക്കാൻ വിഷമുണ്ടായെങ്കിലും പരിതസ്ഥിതി അതായതുകൊണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ആ രാജാവ് കാത്തു നിൽക്കുന്ന സമീപത്തേക്ക് ഏകാവലി എത്തിച്ചേരുന്നു. രണ്ടുപേരും സംഭാഷണം നടത്തി. നമുക്ക് ഏതായാലും അച്ഛന്റെ സമീപത്തേക്ക് ചെല്ലാമെന്ന് പറയുന്നു. അങ്ങനെ തോഴിയുടെ നിർദ്ദേശപ്രകാരം തോഴിയോടുകൂടി ഏകാവലിയും ഏകവീര മഹാരാജാവും ചേർന്ന് ആ രഭ്യൻ എന്ന ആ പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതുവരെ ഉണ്ടായ എല്ലാ സംഗതികളും വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തി. അതൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതോട് കൂടിയിട്ട് രാജാവിന് ഗൗരവം മനസ്സിലായി. യോഗ്യനായ ഏകവീര മഹാരാജാവിന് വേണ്ടതുപോലെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രംഗം. ഏകാവലിയെ ഏകവീരന് വിവാഹം ചെയ്തു കൊടുക്കുന്നു വിധിപ്രകാരം. അങ്ങനെ രണ്ടുപേരും ദാമ്പത്യ സുഖത്തോടു കൂടിയിട്ട് ഹൈഹയൻ എന്ന ഏകവീരനും ഏകാവലിയും കൂടി കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് ഈ 23-ാമത്തെ അധ്യായത്തിൽ വിശേഷമായിട്ട് വർണ്ണിക്കുന്നത്. അങ്ങനെ കാലം കഴിയുന്നതിനിടയിൽ, അങ്ങനെ കഴിഞ്ഞു പോകുന്നതിനിടയിൽ അവർക്ക് ഒരു സന്താനമുണ്ടായി. ഏകവീരൻ ഏകാവലി ദമ്പതികൾക്കുണ്ടായ ആ സന്താനമാണ് കാർത്തവീര്യൻ എന്ന പുത്രൻ. അദ്ദേഹത്തിന്റെ ചരിത്രം ഇവിടെ വിസ്തരിക്കാതെ മറ്റൊരിടത്ത് മാത്രം വിസ്തരിച്ചു. ഇങ്ങനെയാണ് ആ ഹൈഹയ ചരിത്രം ചുരുക്കിയിട്ട് ഇവിടെ വർണ്ണിച്ച് അവസാനിപ്പിച്ചത്. ഇത് നമ്മൾ ഇത്രയും അധ്യായങ്ങളെ നമ്മൾ ഒന്നിങ്ങനെ ചുരുക്കുകയാണ്. ഇനി 24-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോഴും മറ്റൊരു കഥയാണ്. സ്വാഭാവികമായിട്ടും ദേവി ഭാഗവതം, ജനമേജയൻ, വ്യാസൻ ഇവരൊക്കെയുള്ള സംഭാഷണ രൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ വ്യാസന്റെ ചരിത്രം തന്നെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന രംഗമാണ് 24-ാമത്തെ അധ്യായത്തിൽ. ജനമേജയനും വ്യാസനും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ തുടരുകയാണ്. അപ്പൊ നമുക്കിവിടെ വ്യാസ ജനമേജയ സംഭാഷണത്തിൽ തന്നെ അതിനിടയിൽ വ്യാസൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചരിത്രങ്ങളും കഥകളുമാണ് പിന്നീട് പറയുന്നത്. വ്യാസൻ പറയുന്നു, അല്ലയോ രാജാവേ, എൻ്റെ ചില ദുഃഖ കഥകളാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത്. ആ കഥകള് ഞാൻ പറഞ്ഞു തരാം. ശൃണുരാജൻ പ്രവക്ഷ്യാമി സന്ദേഹസ്യാസ്യ നിർണയം തഥാശ്രുതം
മയാ പൂർവം നാരദാൽ മുനിസത്തമാത് ബ്രഹ്മണോ മാനസപുത്രോ നാരദോ നാമ താപസ സർവജ്ഞ സർവഗശാന്ത സർവലോകപ്രിയ കവി ചൈകഥാ മുനിശ്രേഷ്ഠോ വിചരൻ പൃഥിവീമിമാം വാദയൻ മഹതിം വീണാം സ്വരതാന സമന്വിതാം. ഇവിടെ വ്യാസന്റെ വിഷാദയോഗത്തിലൂടെ വ്യാസകഥയും മഹാഭാരതത്തിന്റെ ചരിത്രവും ചുരുക്കി വർണ്ണിക്കുകയാണ് കുറെ അധ്യായങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. നാരദ മഹർഷിയും വ്യാസനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഈ സ്കന്ധം കഴിയുന്നത് വരെ ഇനി അങ്ങോട്ടുള്ള എല്ലാ അധ്യായങ്ങളിലും ആയിട്ട് വർണ്ണിക്കുന്നത്. വ്യാസചരിത്രവും മഹാഭാരത ചരിത്രവും ഒക്കെ നമുക്ക് വർണ്ണിച്ചു കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ ഉണ്ടായാലും സമയം മതിയാവില്ല. എങ്കിലും നമുക്ക് ചുരുക്കിയിട്ട് ഈ അധ്യായങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. വ്യാസ നാരദ സംവാദ കഥയാണിത്. ഇവിടെ വ്യാസൻ തൻ്റെ ദുഃഖ കഥകളുടെ കെട്ടഴിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വ്യാസ വിഷാദ യോഗമാണ് ഇവിടെ മുഴുവനായിട്ട് വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിന്റെ അപൂർവ ചരിത്രം മുഴുവനും ഇവിടെ ഭംഗിയായിട്ട് വിവരിക്കുകയാണ്. ഒരിക്കല് വേദവ്യാസൻ ഈ കഥ പറയുന്ന സമയത്ത് ബദരീനാരായണ ആശ്രമത്തിന്റെ വടക്ക് കിഴക്കായിട്ടുള്ള ശമ്യാപ്രാസം എന്ന തന്റെ ഗുഹയിലാണ്, വ്യാസഗുഹയിലാണ്. അവിടത്തേക്കാണ് നാരദ മഹർഷി മഹതി എന്ന വീണ മീട്ടിക്കൊണ്ട് അങ്ങനെ എത്തിച്ചിരുന്നത്. അതിശ്രേഷ്ഠമായ എപ്പോഴും വിശേഷപ്പെട്ട മന്ത്രങ്ങള് സ്വമേധയാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വരബ്രഹ്മവിഭൂഷിതം എന്ന വിശേഷപ്പെട്ട മഹതി എന്ന വീണ മീട്ടിക്കൊണ്ട് നാരദ മഹർഷിത അങ്ങനെ വേദവ്യാസന്റെ സമീപത്തേക്ക് എത്തുന്നു. നാരദ മഹർഷിയെ കണ്ടതോടുകൂടി കാൽക്കൽ വീണ് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഫലമൂലങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിച്ച് സ്വീകരിച്ച് അന്യോന്യം സംഭാഷണം ചെയ്യുന്ന ഒരു രംഗം. ഇവിടെയാണ് ശമ്യാപ്രാസം എന്ന ഗുഹയിൽ എന്ന് പറയുന്നു, വ്യാസന്റെ ഗുഹയിൽ ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ താല്പര്യപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടുന്ന അവസ്ഥ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്യാസധർമ്മത്തിലേക്ക് വന്നത് എന്ന് ഇവിടെയാണ് വേദവ്യാസൻ പറയുന്നത്. ശമ്യാപ്രാസം മഹാതീർത്ഥം സരസ്വത്യാസുപാവനം നിവാസം മുനിമുഖ്യാനാം ശർമ്മദം ജ്ഞാനദം തഥാ. ഈ ശമ്യാപ്രാസം എന്ന ഗുഹയിൽ വെച്ചിട്ടാണ് ഭാഗവതത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ള നാരദോപദേശം ഉണ്ടായത്. ബ്രഹ്മപുത്രനായ നാരദ മഹർഷി ഇവിടെ വെച്ചിട്ടാണ് വ്യാസനിലൂടെ അതിശ്രേഷ്ഠമായ ശ്രീമദ് ഭാഗവത രചനയ്ക്കുള്ള ഉപദേശം നൽകിയത് എന്നൊക്കെ ഇവിടെ വിവരിക്കുന്നു. ഈ വേദവ്യാസൻ തുടങ്ങുന്നത് തന്നെ അസാരേസ്മിൻ തു സംസാരേ പ്രാണിനാം കിം സുഖം മുനേ ന പശ്യാമി വിനിശ്ചിത്യ കദാചിത് കുത്രചിത് ഉചിത്. ഒരു ശ്ലോകത്തിലൂടെയാണ് വളരെ ശ്രേഷ്ഠമായിട്ട്, അല്ലയോ മഹാമുനെ, കേവലം നിസ്സാരമാണ് ഈ ജീവിതം. അനേകം ദുഃഖങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ജീവിതം എന്ന് പറയുന്നത്. ജനന മരണങ്ങളാകുന്ന രണ്ട് വലിയ നദികൾക്ക് അതായത് ഇടയിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതിനിടയിലുള്ള ഈ ജീവിതത്തില് ദുഃഖം നിരന്തരമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവകോടികൾക്ക് എന്താണ് ഇതിലൊരു സൗഖ്യമുള്ളത് എന്നാണ് വ്യാസൻ ചോദിക്കുന്നത്. വ്യാസന്റെ ദുഃഖമാണിവിടെ. വ്യാസൻ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ ഒരു ദ്വീപിലാണ് ജനിച്ചത്, അതുകൊണ്ട് ദ്വൈപായനൻ എന്നുള്ള പേരിൽ ഞാൻ അറിയപ്പെട്ടിരുന്നു. വളരെ ചെറുപ്പത്തില് ജനിച്ച് അധികം വൈകാതെ തന്നെ അമ്മ ഉപേക്ഷിച്ചു. പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേര് കൃഷ്ണൻ എന്നായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്നൊക്കെ അറിയപ്പെട്ടു.
പിന്നീട് ചെറിയ കുട്ടിയായി ഞാനിങ്ങനെ കാട്ടിൽ അലഞ്ഞു നടന്നു. മറ്റൊരാശ്രയമില്ലാതെ കാട്ടില് കർമ്മശക്തി കൊണ്ട് അതിന്റെ പ്രഭാവം കൊണ്ട് അങ്ങനെ ഞാനങ്ങനെ ജീവിച്ചു പോയി. പിന്നീട് കാലം കുറെ കഴിഞ്ഞു. അങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു ജീവിക്കുകയും ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഒരു താൽക്കാലിക താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞുകൂടിയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നി ജീവിതത്തിൽ ആശ്രയത്തിനായിട്ട് ആരെങ്കിലുമൊക്കെ വേണമെന്ന് തോന്നി. അങ്ങനെയാണ് പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത്. അങ്ങനെ പുത്രൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ അനേക കാലം തപസ്സനുഷ്ഠിച്ചു. ആ തപസ്സിന്റെ ഫലമായിട്ട് എനിക്കൊരു ഉണ്ണിയുണ്ടായി. ആ കഥയൊക്കെ വളരെ വിസ്തരിച്ചാണ് പറയുന്നത്. ശുഗൻ എന്നൊരു പുത്രനുണ്ടായി. നമ്മൾ ശുഗബ്രഹ്മഋഷി എന്നും ശുഗബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പുത്രനെ കുറിച്ചാണ്. പുത്രനുണ്ടായി. ആ പുത്രനുണ്ടായി അങ്ങനെ വളർന്നു വരുന്നു. വളരെ വിശേഷപ്പെട്ട ആത്മജ്ഞാനം നേടിയെടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഈശ്വര ചിന്തയിലൂടെ, ബ്രഹ്മചിന്തയിലൂടെ ആ കുട്ടി അങ്ങനെ വളർന്നങ്ങനെ വരികയാണ്. അപ്പോഴാണ് അവന് ഞാൻ ഭാഗവതം ഒക്കെ പഠിപ്പിച്ചു എന്നൊക്കെ വ്യാസൻ പറയുന്നു. വേദാന്ത സാരമായ ഭാഗവതം, സർവ വേദാന്തസാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ തദ്രസാമൃത തൃപ്തസ്യ നാന്യത്രസ്യ ധൃതിക്കുജിൽ. സകലർക്കും രതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേദത്തിന്റെ സാരത്തെ, കഥാസാരത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ശ്രീമദ് ഭാഗവതം, അത് ഞാൻ പുത്രനെ ഈ സന്ദർഭത്തില് പഠിപ്പിച്ചു. പക്ഷെ ഇത് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല. എന്ത് വേണം? ദാമ്പത്യ ജീവിതത്തിലേക്ക് നീ കടക്കണം. നല്ലൊരു ദാമ്പത്യത്തിലൂടെ ഒരു കുടുംബസ്ഥനായിട്ട് കഴിഞ്ഞുകൂടണമെന്നാണ് പിതാവ് ആയ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഉണ്ണിക്ക് അതിലൊന്നും താല്പര്യമില്ല. ശുഗന് അതിലൊന്നും താല്പര്യമില്ലാതെ ആത്മാരാമനും ആനന്ദരമണനുമായ ശുഗബ്രഹ്മഋഷി അവിടെ നിന്നും ആ ആശ്രമം വിട്ടുപോവുകയാണ് ചെയ്തത്. കാട്ടിലേക്ക് അങ്ങ് പോയി. ഈ സമയത്താണ് ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പറയുന്ന രംഗം. പുത്രേതി തന്മയതയാ തരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. പുത്ര എന്നിങ്ങനെ വിളിക്കുന്നു. ഉണ്ണിയെ കാണാനില്ല. ഉണ്ണി അങ്ങനെ കാട്ടിലൂടെ എവിടേക്കോ ആയിട്ട് ഓടി രക്ഷപ്പെടുന്നു. പക്ഷെ വൃക്ഷങ്ങളും വള്ളികളും തലയാട്ടുന്നു, ഞാനിവിടെ ഉണ്ട് എന്ന്. സകല ഭൂതങ്ങളിലും തൻ്റെ തന്മയീ ഭാവത്തെ കാണിച്ചുകൊണ്ടാണ് സാക്ഷാൽ ഈശ്വര സ്വരൂപനായ ശ്രീ ശുഗബ്രഹ്മഋഷി അങ്ങനെ യാത്രയായത്. പക്ഷെ ആ കുട്ടി നഷ്ടപ്പെട്ട വിഷമത്തോടുകൂടി ദുഃഖിതനായിട്ട് ഞാൻ വീണ്ടും അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് ഞാനിവിടെ ഈ സരസ്വതി തീരത്ത് എത്തിച്ചേരുന്നത്. വെള്ളപ്പുളങ്കു നിറമുത്ത വിദഗ്ധരൂപിയായ സരസ്വതി ആ വെള്ളച്ചാട്ടമായിട്ട് കുതിച്ച് അങ്ങനെ വരുന്ന, ചിന്നിച്ചിതറുന്ന ഇവിടെ ഈ ഒരു ആശ്രമം ഉണ്ടാക്കി ഞാനിവിടെ താമസമുറപ്പിച്ചു. ഇതിനിടയിൽ ഞാൻ പല കാര്യങ്ങളും അറിയുന്നു. എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ആ ചൈതന്യം കൊണ്ട്, ശക്തിപ്രഭാവം കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എൻ്റെ അമ്മയെ ശന്തനു മഹാരാജാവ് വിവാഹം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കി. ആ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഞാൻ അറിഞ്ഞുവെങ്കിലും അവിടത്തേക്ക് എത്തിയില്ല. പക്ഷെ വിവരങ്ങളൊക്കെ, അതിൽ 2 മക്കളുണ്ടായി. ആ ശന്തനു മഹാരാജാവ് അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. കാലം കുറച്ചു കഴിഞ്ഞു. പിന്നീടാണ് ശന്തനു മഹാരാജാവ് മൃതിയടഞ്ഞ ശേഷം ഈ മക്കളെ വളർത്തുന്ന ഉത്തരവാദിത്വവും അമ്മയെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഗംഗാപുത്രനായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ സ്വച്ഛന്ത മൃത്യുവായ ആ ഭീഷ്മ പിതാമഹൻ ഏറ്റെടുത്തു. വിവാഹം കഴിക്കില്ല എന്ന് നിശ്ചയിച്ച നൈഷ്ഠിക ബ്രഹ്മചാരി എപ്പോഴും ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴേ മരിക്കുള്ളൂ എന്ന് അനുഗ്രഹം കിട്ടിയിരിക്കുന്ന ആ സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മ പിതാമഹൻ, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ
ഈ അമ്മയെയും മക്കളെയും വളർത്തുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്തു. ഒടുവിൽ ജ്യേഷ്ഠപുത്രനെ രാജാവാക്കി വാഴിച്ചു. കാലം കഴിഞ്ഞു, ജ്യേഷ്ഠപുത്രനും മരിച്ചു. രണ്ടാമത്തെ പുത്രനെ രാജാവായി, വിചിത്രവീര്യനാണ്, അദ്ദേഹത്തെ രാജാവാക്കി. ഇതൊക്കെ മഹാഭാരത കഥയിൽ വളരെ വിസ്തരിച്ച് കുറെ അധ്യായങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് ചുരുക്കി അനുസ്മരിക്കുകയാണ്. ഭീഷ്മര് ഈ കാശിയിലെ ഭരണാധികാരിയായിട്ടുള്ള രാജാവിന്റെ 2 പുത്രിമാരെ പിടിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കും. ആ പുത്രിമാരെ പത്നിമാരാക്കി കൊടുക്കുന്നു. പക്ഷെ ഇതിനിടയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാജഭരണമൊക്കെ കുറച്ചു കാലം മുന്നോട്ട് പോയി. പക്ഷേ ആ പുത്രനും മരിച്ചു. അതായത് വിചിത്രവീരനും മരണത്തിന് കീഴടങ്ങിയതോടുകൂടി ഭാരതത്തിനൊരു ചക്രവർത്തി ഇല്ലാതായി. അന്നത്തെ ഭാരത ഭൂഖണ്ഡം പടർന്ന് പന്തലിച്ചിരിക്കുന്ന ആ രാജ്യത്തിന്റെ മുഴുവനും ഭരണാധികാരിയായിട്ട് ചക്രവർത്തി സ്ഥാനത്തിരുന്ന രാജാവില്ലാതായി, സന്താന പരമ്പരകളില്ല. അങ്ങനെ വളരെയധികം വിഷമിച്ചുകൊണ്ട് എൻ്റെ അമ്മ ദുഃഖിതയായിട്ട് കഴിയുന്നു. അമ്മയ്ക്ക് കൊടുത്ത ഒരു കരാറ്, അല്ലെങ്കിൽ അമ്മ അനുഗ്രഹിച്ച് എനിക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം ഞാൻ എപ്പോഴും സ്മരിക്കുന്നുവോ അപ്പോഴും നീ അറിയും, എത്തണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അമ്മ സ്മരിച്ചതോടുകൂടി ഞാൻ ഈ ഗുഹാവാസമൊക്കെ താൽക്കാലികമായിട്ട് മാറ്റിവെച്ച് ഗൃഹസ്ഥാശ്രമിയായിട്ട് കഴിഞ്ഞുകൂടുന്ന കൊട്ടാരത്തിലേക്ക്, അമ്മ കഴിഞ്ഞുകൂടുന്ന കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നു. അമ്മയുമായിട്ട് സംഭാഷണം നടത്തി പൊട്ടിക്കരയുന്ന അമ്മയെ സമാധാനിപ്പിച്ചു. അമ്മ പറയുന്നു, ആ കാലഘട്ടത്തിലുള്ള നിയമം അനുസരിച്ച് ഓരോ കാലഘട്ടത്തിലുമുള്ള നിയമങ്ങൾ അതാത് കാലഘട്ടത്തിലാണ് ധർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് മഹാഭാരതത്തിലുള്ള ധർമ്മ ഉപദേശത്തിന്റെ പ്രത്യേകത. അതായത് രാജ്യം ഭരിക്കാൻ ഇനി ഭരണാധികാരികളില്ല, ഈ വംശത്തെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അത് നിന്നിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ അമ്മ എന്നെ ഉപദേശിച്ചു. അതിനെന്താ വേണ്ടത്? വേണ്ടത് ഈ സഹോദരന്റെ, ഇപ്പോഴും നിന്റെ സഹോദരന്മാരായിട്ടുണ്ടായ ഈ വിചിത്രവീരന്റെ ഒക്കെ പത്നിമാരെ നീ സ്വീകരിച്ചുകൊണ്ട് അവരിലൂടെ സന്താന സൃഷ്ടി നടത്തിയിട്ട് ഈ രാജ്യത്തെയും സംരക്ഷിക്കുക, എനിക്ക് മനസമാധാനം തരിക, അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു അമ്മ. അമ്മയുടെ ഉപദേശങ്ങളൊക്കെ ശ്രേഷ്ഠമാണെങ്കിലും സന്യാസ ആശ്രമത്തിലൂടെ ഭൗതിക വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യവും ഭരണവും വേണ്ട എന്ന് വിചാരിച്ച് എല്ലാം ത്യജിച്ചിട്ട് കാട്ടിലേക്ക് എത്തിയിട്ടുള്ള ഞാൻ ഈ ഒരു ധർമ്മത്തിന് വിരുദ്ധമായ കാര്യം ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ സാധിക്കില്ല അമ്മേ, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ നീ ചെയ്തേ മതിയാകൂ എന്നുള്ള അമ്മയുടെ ദൃഢമായ ആ വാക്കുകൾ, അത് എനിക്ക് ഒടുവിൽ സ്വീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ദുഃഖത്തോടുകൂടി, സകലത്തിലും ദുഃഖത്തോടു കൂടിയിട്ടാണ് ഞാൻ ഏറ്റെടുത്തത്. ഗുരുക്കന്മാരുടെ വാക്കുകൾ സത്യമാണ്, അത് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ പലപ്പോഴും അതിനെ ചൊല്ലി ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഗുരുക്കന്മാരുടെ വാക്കുകൾ അത് നമ്മൾ മാനിക്കണം. ഇതൊക്കെയാണ് ഇവിടെ കുറെ ശ്ലോകങ്ങളിലൂടെ വേദവ്യാസൻ ലോകത്തിന് വേണ്ടിയിട്ടുള്ള സതുപദേശങ്ങളായിട്ട് വിവരിച്ചു തരുന്നത് ഈ സമയത്ത്. അങ്ങനെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ധർമ്മവാക്കുകൾ ഉൾക്കൊള്ളണമെന്നുള്ള വൈദികമായ ആ സമ്പ്രദായത്തെ ഞാനും സ്വീകരിച്ചു. അങ്ങനെയാണ് അംബികയെയും അംബാലികയെയും സ്വീകരിക്കേണ്ടി വന്നത്. വേദവ്യാസൻ വീണ്ടും തുടർന്ന് പറയുന്നു, അംബികയില് ധൃതരാഷ്ട്രൻ എന്ന പുത്രൻ ജനിച്ചു, അംബാലികയില് പാണ്ഡു എന്ന പുത്രൻ ജനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വിവരിച്ചത് മഹാഭാരതത്തിലുള്ള ഒരു അധ്യായത്തില്. അതായത് ഇവിടെയുള്ള 25-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. രാജാവായിട്ട് കുലം നിലനിർത്തുവാൻ ധൃതരാഷ്ട്രക്ക് കഴിയില്ല എന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. കാരണം എന്തോ ചില വിഷമങ്ങൾ കൊണ്ട് അംബിക കണ്ണടച്ചുകൊണ്ട്, അതായത് കാണാൻ പോലും ഇഷ്ടമില്ലാതെ കണ്ട് വേദവ്യാസനെ കണ്ണടച്ച് സ്വീകരിച്ചത് സമയത്ത് നിനക്കുണ്ടാവുന്ന കുട്ടി
അന്ധനായി പോകട്ടെ എന്ന് വ്യാസൻ ഇവിടെ ശപിച്ചു എന്നും അങ്ങനെ ആണ് അന്ധനായ ധൃതരാഷ്ട്ര പുത്രനായിട്ടുണ്ടായതെന്നും പറയുന്നു. ആ ധൃതരാഷ്ട്രക്ക് രാജ്യഭാരം സാധിക്കില്ല എന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് കാശിരാജപുത്രിയായിട്ടുള്ള അംബാലികയെ ഞാൻ സ്വീകരിക്കാനിട വന്നത്. അതിലാണ് പാണ്ഡുവെന്ന പുത്രൻ ജനിച്ചത്. വിളറി വെളുത്തുകൊണ്ട് ആകെ പരിഭ്രമിച്ചുകൊണ്ട് വേദവ്യാസനെ സ്വീകരിച്ചത് കൊണ്ട് അപ്പോഴും ഒരു ശാപമാണ് ഉണ്ടായത്. അങ്ങനെയാണ് പാണ്ഡു ആയിട്ട് ജനിക്കാനിടവന്നത്. അമ്മയുടെ വാക്കുകൾ ഉൾക്കൊണ്ട ഇവർ രണ്ടുപേരും രാജ്യഭാരത്തിന് വേണ്ടതുപോലെ പറ്റാതെ വരുന്നത് കൊണ്ട് കുറച്ചുകൂടി സമർത്ഥനായിട്ടുള്ള ഒരു പുത്രനെ തന്നെ രാജ്യത്തിന് വേണം. അത് ഈ അംബാലികയിലൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അംബാലികയെ ഈ അമ്മ പറഞ്ഞയക്കുന്ന രംഗം. പക്ഷേ അംബാലിക ദാസിയെ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ ദാസി പുത്രനായിട്ട് സാക്ഷാൽ വിതുര മഹാശയൻ, വിതുരൻ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ സഹോദരനായിട്ടുള്ള യമധർമ്മ രാജാവ് തന്നെ മാണ്ഡവ്യ മഹർഷിയുടെ ശാപത്തിന്റെ ഫലമായിട്ട് 100 വർഷം ഭൂമിയിൽ ജനിക്കാൻ ഇടവരണേ എന്നുള്ള ശാപത്തിന്റെ ഫലമായിട്ട് ഇവിടെ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും സഹോദരനായിട്ട് ജനിച്ചത്. അങ്ങനെ ആ വിതുരൻ എന്ന പുത്രനുണ്ടായി തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ ഇവിടെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ ഇനി രാജാവാക്കുന്ന കഥകൾ അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ശുഗന്റെ വിയോഗം, പുത്രന്റെ വിയോഗം എന്നെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. ഈ 3 കുട്ടികളെ കൊണ്ട്, ഇപ്പോഴുണ്ടായിരിക്കുന്ന 3 കുട്ടികളെ കൊണ്ട് ഞാൻ എൻ്റെ പുത്രന്റെ വിയോഗം കുറേശ്ശെയായിട്ട് മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ജ്ഞാനിനാം അപിയോ മോഹിനി, ജ്ഞാനികളെ പോലും മോഹിപ്പിക്കുന്നു മായ. ഭഗവാൻ തന്നെ പറയുന്നു, മമമായ ദുരത്യയ ദൈവീ ശേഷാ ഗുണമയി മമമായ ദുരത്യയ. ഭഗവാൻ തന്നെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ജ്ഞാനികൾക്ക് ഇതിനെ അതിജീവിക്കാൻ പ്രയാസമാണ്. നിരന്തരമായിട്ട് മായയിൽ മോഹിതനായിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൂടി എന്ന് വേദവ്യാസൻ പറഞ്ഞു. തുടർച്ചയായിട്ട് ഈ അധ്യായത്തിന്റെ ഒടുവിലേക്ക് എത്തുമ്പോഴേക്കും പറയുന്നത്, യതികളെ പോലും മയക്കുന്ന ആ മായയിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ പരമാത്ഭുതം തന്നെ സാധിക്കുന്നില്ല. ആ മായയിൽ പെട്ട് ഞാൻ പലതരത്തിലും ഉഴലുകയാണ്. പക്ഷെ പിന്നീട് ഭീഷ്മരുടെ അനുമതിയോട് കൂടിയിട്ട് പാണ്ഡുവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ കുറച്ചു കാലം കഴിഞ്ഞുകൂടിയതിനു ശേഷം ഞാൻ വീണ്ടും ആശ്രമത്തിലേക്ക്, കാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ താമസമാക്കി. ഇത്രയും കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങള്, കുന്തിയെയും മാദ്രിയെയും പാണ്ഡു വിവാഹം കഴിച്ച കഥ, അവൾക്ക് 5 പുത്രന്മാരുണ്ടായി. അവര് ലോകത്തില് പാണ്ഡവർ എന്നുള്ള പേരിൽ പാണ്ഡുവിന്റെ പുത്രന്മാരായിട്ട് അറിയപ്പെട്ടു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഈ ധൃതരാഷ്ട്രരുടെ, നൂറ്റവരുടെ, ഗാന്ധാരിയുടെ ഒക്കെ പുത്രന്മാര്, നൂറ്റവര്, ദുര്യോധനാദികള് പലതരത്തിലും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിരന്തരമായിട്ട് പാണ്ഡവരെ ബുദ്ധിമുട്ടിക്കുകയും ക്രോധത്തോടുകൂടി സമീപിക്കുകയും പലതരത്തിലുള്ള ദ്രോഹ നടപടികൾ ചെയ്യുകയും ചെയ്തപ്പോൾ ആ കൊട്ടാരത്തില് അസ്വസ്ഥതയായി. രാജ്യഭരണത്തിന് എവിടെയും സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ അമ്മയുടെ നിർദ്ദേശം ഒക്കെ അനുസരിച്ചുകൊണ്ട് പാണ്ഡു കാട്ടിൽ വന്നിട്ട് താമസിച്ചു. കുറെ കാലം അങ്ങനെ കാട്ടിലാണ് താമസിച്ചു കഴിഞ്ഞുകൂടിയത്. പിന്നീട് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞതോട് കൂടിയിട്ട് പാണ്ഡു മരിക്കുന്നു. പാണ്ഡു മരിച്ച ശേഷം മാദ്രി ഈ ചിതയിൽ ചാടിയിട്ട് സതി അനുഷ്ഠാനം ചെയ്തുകൊണ്ട് ജീവൻ ഉപേക്ഷിച്ചു. കുന്തിദേവിയാണ് പിന്നീട് കുട്ടികൾക്ക് വേണ്ടി, ഈ ചെറിയ കുട്ടികൾ 5 പേരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട്, നിരന്തരം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് കുന്തിദേവി ഈ കുട്ടികളെയൊക്കെ അങ്ങനെ വളർത്തി ആളാക്കി വലുതാക്കി. ധൃതരാഷ്ട്രപുത്രനായ ഒറ്റവരാണെങ്കിൽ നിരന്തരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും സമാധാനം കൊടുക്കാത്ത രീതിയിൽ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഈ അവരുടെ കൊട്ടാരത്തിന് സമീപത്ത് തന്നെ എത്തിച്ചേർന്നത് ദ്രോണാചാര്യര്. വളരെ ആയുധവിദ്യയിലൊക്കെ കേമനായിട്ടുള്ള വലിയൊരു
ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരെ കിട്ടിയതോടു കൂടിയിട്ട് വളരെ സന്തോഷമായി ഭീഷ്മർക്ക്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ആയോധന വിദ്യയിലുള്ള അപാരമായ കഴിവിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് കുരുകുല ജാതരെ മുഴുവനും ആയോധന വിദ്യ പഠിപ്പിക്കുവാൻ വേണ്ടി ദ്രോണരെ ഏൽപ്പിച്ചതോടുകൂടി ദ്രോണർ അവിടെ പ്രധാനിയായി. കർണൻ എന്നു പേരായിട്ടുള്ള കുന്തിദേവി കന്യക സമയത്ത് തന്നെ പ്രസവിച്ചിട്ടുണ്ടായ ആ കർണൻ എന്ന പുത്രനെ വളരെ മുൻപ് തന്നെ ഉപേക്ഷിച്ചതാണ്. അധിരഥനും രാധയും കൂടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആ കുട്ടി കർണൻ ഇപ്പോഴിവിടെ യുവാവായിട്ട് ഒപ്പം തന്നെ ചേർന്നിരിക്കുന്നു. അദ്ദേഹവും വേണ്ടതുപോലെ കൊട്ടാരത്തിൽ ദുര്യോധന പക്ഷം ചേർന്നുകൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്നു. ഇതിനിടയിൽ പാണ്ഡവരൊക്കെ തന്നെ വാരണാവതത്തിലാണ് താമസിക്കുന്നത്. പാഞ്ചാലിയുടെ വിവാഹം നടക്കുന്നത് ഈ സമയത്താണ്. പാഞ്ചാലി സ്വയംവരം എന്ന വിശേഷപ്പെട്ട രംഗത്തിലെത്തുകയും അതിലൂടെ പാഞ്ചാലിയെ ദ്രൗപദിയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. 5 പേരും പത്നിമാരാക്കി തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ വ്യാസൻ വിസ്തരിച്ച് വർണ്ണിച്ചു. ഇതിനിടയിൽ രാജസൂയ യാഗം 18 മാസത്തോളം 17.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ രാജസൂയ യാഗം യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ നടത്താനിടവന്നു. ദേവശില്പിയായ മയനാൽ നിർമ്മിക്കപ്പെട്ട അതികേമമായിട്ടുള്ള ആ സഭയിൽ, ഇന്ദ്രപ്രസ്ഥം എന്ന സഭയില് പ്രവേശിക്കാനുള്ള ഒരു അവസരമുണ്ടായി. കൗരവരെല്ലാവരും വന്നിരുന്നു. എങ്കിലും ആ സഭാപ്രവേശത്തോടു കൂടിയിട്ട് അസൂയയും അഹങ്കാരവും വർദ്ധിച്ച നമ്മുടെ ദുര്യോധനാദികള് ദ്രോഹിക്കാൻ തന്നെ വീണ്ടും തീരുമാനിച്ചു. അങ്ങനെയാണ് കള്ളച്ചൂത് തുടങ്ങിയിട്ടുള്ളത്. പാഞ്ചാലിയെ പണയം വെക്കല്, വനവാസം തുടങ്ങിയിട്ടുള്ള അവസ്ഥയിലൊക്കെ പാണ്ഡവരെത്തിച്ചേരേണ്ടി വന്നത്. എപ്പോഴും നിരന്തരമായിട്ട് ആ മക്കളൊക്കെ ദുഃഖം അനുഭവിച്ചു. കുന്തിദേവിയും ഇവർക്കൊപ്പം ദുഃഖം അനുഭവിച്ചുകൊണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ജനിച്ചിട്ടും സ്വത്തുകൾ അനുഭവിക്കാനോ സുഖം അനുഭവിക്കാനോ മനഃശാന്തിയോടുകൂടി ജീവിക്കാനോ സാധിക്കാതെ അവരെങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടുന്ന, വേഷം മാറിയിട്ടും മറ്റും അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വേദവ്യാസൻ തൻ്റെ ദുഃഖപൂർണമായ കഥകള് ഓരോന്നായിട്ട് അങ്ങനെ വിസ്തരിച്ചു പറയുകയാണ്. നാരദ മഹർഷി ഇത് മുഴുവൻ കേട്ടു. എന്നിട്ട് നാരദ മഹർഷി പറയുന്നു, ഈ പ്രപഞ്ചത്തില് മോഹിക്കാത്തവരാരുമില്ല. അതായത് മായയിൽ മോഹിക്കാത്തവരായിട്ട് പ്രപഞ്ചത്തിൽ ആരുമില്ല. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ മായയിൽ പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിക്കുക, ഉള്ളത് ഇല്ല എന്ന് തോന്നിക്കുക. ഇതാണ് മായയുടെ പ്രത്യേകത. ഇപ്പൊ പലതും നമ്മൾ കാണുന്നു, അതൊന്നും ഇല്ല. യാ മാ സാ മായ എന്നാണ്. എന്താണോ ഇല്ലാത്തത് അത് ഉണ്ട് എന്ന് തോന്നിക്കുകയാണ് മായ ചെയ്യുന്നത്. മായയുടെ പ്രഭാവം തന്നെ ഈ അങ്കുഷ്ടവും ഈ വിക്ഷേപവുമാണ് എന്നൊക്കെ കൃത്യമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് അനുഭവത്തിലൂടെ. മായയിൽ സകലരും ഇങ്ങനെ മോഹിച്ചു പോകുന്നു. ഭഗവാൻ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന മായയുടെ പ്രഭാവം ത്രിഗുണമയിയാണ് മായ. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ പോലും മുൻപ് മായയിൽ മോഹിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ നാരദ മഹർഷി തൻ്റെ ഒരു പഴയ അനുഭവ കഥ പറയാണ് ഇവിടെ ഈ 26-ാമത്തെ അധ്യായം മുതൽ. ഇനി ആ ഒരു അനുഭവ കഥകളും മായാ മോഹവും ഒക്കെയാണ് പറയുന്നത്. അതായത് ഒരിക്കല് എനിക്ക് ഈ ഭാരതം മുഴുവൻ ഒന്ന് ദർശിക്കണം എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ ഭാരത പര്യടനത്തിന് ഞാൻ പുറപ്പെട്ടു. സഹായത്തിന് ഒരാൾ വേണം, ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു പർവ്വത മുനി ആണ് എനിക്ക് കിട്ടിയത് കൂട്ടിന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് സഞ്ചരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ വരുന്ന സമയത്ത് അത് തുറന്നു പറയാനും അത് ഉൾക്കൊള്ളാനുമുള്ള മനസ്ഥിതിയോടുകൂടി കരാറുണ്ടാക്കിക്കൊണ്ടാണ് യാത്ര ആരംഭിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം, അത് സത്യമായിട്ട് സ്വീകരിക്കണം, അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തീർത്ഥങ്ങള്, ആശ്രമങ്ങള്, രമ്യദേശങ്ങള്, പുണ്യമായിട്ടുള്ള സ്ഥലങ്ങള്, ഇങ്ങനെ പല പല ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ യാത്ര പോവുകയാണ്. ആനന്ദിച്ച് നടക്കുകയാണ്. അങ്ങനെ ആനന്ദിച്ച് നടക്കുന്നതിനിടയില് ഇവിടെ ഒരു സയജ്ഞൻ എന്ന ഒരു രാജാവ്, സയജ്ഞൻ എന്നുള്ള ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് സമീപത്തെത്തി. അപ്പോഴും നല്ല മഴക്കാലമായി.
ഇനി ഒരു 4 മാസം മഴക്കാലമാണ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല. അതാണ് ആ മാസങ്ങള് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാറുണ്ട് സന്യാസിമാരൊക്കെ. അതുകൊണ്ട് സന്യാസിമാരെ കണ്ടതോടുകൂടി ഈ രാജാവ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചാതുർമാസ്യം അവിടെ സയജ്ഞൻ നരേന്ദ്രന്റെ ആ കൊട്ടാരത്തിൽ, ആ ഗൃഹത്തിൽ വെച്ചിട്ടാണ് നടന്നത്. സന്യാസികളെ, ധാരാളം സന്യാസിമാരുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ചും ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി. മറ്റുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കി. പക്ഷേ നമ്മളോടുള്ള വാത്സല്യം കൊണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സഹാനുഭൂതി കൊണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഞങ്ങളെ കിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് ഈ രാജാവ് തൻ്റെ മകളായ ദമയന്തിയെ ശുശ്രൂഷിക്കാനായിട്ട്, ഞങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. ദമയന്തി കൃത്യമായിട്ട് ഭക്ഷണങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ, പൂജയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ രാജകുമാരിക്ക് ഒരു അനുഗ്രഹമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ശുശ്രൂഷകളായിട്ട് കഴിഞ്ഞുകൂടി. അപ്പോൾ ചില സമയത്ത് ഞാൻ സാധാരണഗതിയിൽ ഈ വീണയിൽ നിന്നും താനേ തന്നെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും, ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ, ഗോവിന്ദ രാമ ശിവ ശിവ രാമ ശിവരാമ ഗോവിന്ദ മഹാദേവ, ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കാറ് പതിവുണ്ടെങ്കിലും ചില സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ വീണ ഉച്ചത്തില്, അതായത് ശ്രുതി കൂട്ടിക്കൊണ്ട് സാമഗാനം ആലപിക്കും. അത് ശ്രുതി കൂട്ടി അങ്ങനെ ആലപിക്കുമ്പോൾ അന്തരീക്ഷം മുഴുവനും അതിലങ്ങ് ലയിച്ചു പോകും. ഇങ്ങനെ ആലപിക്കുന്ന സമയത്ത് ഈ സ്വരത്തിന്റെ മഹാത്മ്യം അലയൊലികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എല്ലാവരെയും ആകർഷ്ടരാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ദമയന്തി എന്ന രാജകുമാരിയെ വല്ലാതെ ഇത് ആകർഷിച്ചു. കാരണം ഇത്തരത്തിലുള്ള ഓരോരാളുടെ മനസ്സിന്റെ ഭാവത്തിനനുസരിച്ച് ആ സാമഗാന ഒഴുക്കില് അവള് ചെവി വട്ടം പിടിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനതത്ര ശ്രദ്ധിച്ചില്ല. ക്രമേണ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അനുരാഗയായി എന്നില്, നാരദ മഹർഷിയാണ് പറയുന്നത്, എന്നില്, മഹാമുനിയായ എന്നിലേക്ക് ആ രാജകുമാരി അനുരക്തയായി. ഞാൻ അങ്ങോട്ടുമായി. കാലക്രമേണ ശുശ്രൂഷകളിൽ മാറ്റം വരാൻ തുടങ്ങി. എനിക്ക് പ്രത്യേക ശുശ്രൂഷകൾ ചെയ്യുന്നു സാധാരണയിൽ നിന്നും അപ്പുറത്തായിട്ട്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള പർവ്വതമുനി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തോ ഒരു ഇടപാടുണ്ട് നിങ്ങൾ തമ്മിൽ. നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെയല്ല എന്നെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം ഒരുപോലെയായിരുന്നു. പക്ഷെ എന്താ നിങ്ങളുടെ സത്യാവസ്ഥ പറയണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യം തുറന്നു പറയാമെന്നുള്ള കരാറിലാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. ഒന്ന് തുറന്നു പറയൂന്ന് പറഞ്ഞു. തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോഴും പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് നമ്മൾ തമ്മിലിപ്പോഴ് എന്ന് പറഞ്ഞപ്പോഴ് അദ്ദേഹത്തിന് ക്രോധം വന്നു. ആ പർവ്വതമുനി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ശപിച്ചു. നീ വാനരമുഖനായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. അധികം നിമിഷം താമസിച്ചില്ല, നാരദ മഹർഷി വാനരമുഖനായി തീർന്നത് അങ്ങനെയാണ്. വാനരമുഖനായതോട് കൂടിയിട്ട് രാജകുമാരിക്ക് അതികഠിനമായിട്ടുള്ള ദുഃഖം, നാരദ മഹർഷിക്ക് അതികഠിനമായിട്ടുള്ള ദുഃഖം ഉണ്ടായി. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമ്മുടെ പർവ്വതമുനിയെ അങ്ങോട്ടും എന്തോ ശപിച്ചിട്ടുണ്ട്. അദ്ദേഹം യാത്രയായി, വീണ്ടും തീർത്ഥാടനത്തിന് അങ്ങനെ പോയി, എവിടെ നിന്ന് ഇറങ്ങി നടന്നു. പക്ഷെ ഈ രാജാവിന് കാലം കഴിഞ്ഞ് ചാതുർമാസ്യം ഏതാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ സമയമായതുകൊണ്ട് നല്ല വിവാഹാലോചനകൾ രാജകുമാരന്മാർ വരുന്നത് കൊണ്ട് അതിനുള്ള ആലോചന തുടങ്ങുന്നു. അച്ഛൻ മകൾക്ക് വിവാഹാലോചന നടത്തി. അമ്മ മുഖാന്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് നാരദ മഹർഷിയോടാണ് ഇഷ്ടം, ആ മുനിയോടാണെന്ന് പറഞ്ഞപ്പോൾ ഈ എന്താണ് പറയുക, സാധാരണ നമ്മൾ പറയുന്നത് പോലെ ഈ കുരങ്ങന്റെ മുഖമുള്ള ഇദ്ദേഹത്തോട് മനുഷ്യരായവർക്ക് ഇഷ്ടമുണ്ടാവൂ എന്നൊക്കെ ചോദിച്ചു. ഒടുവില് മകള് സാമ വേദ സംഗീതത്തെക്കുറിച്ച്, സംഗീതത്തിന്റെ സ്വരങ്ങളെക്കുറിച്ച്, അതിലൂടെ ഒഴുകി വരുന്ന മഹത്വം, അതിന്റെ അറിവ് എങ്ങനെയുള്ളവർക്കാണ് ഉണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ സ്വരനാദ സംഗീതത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് അത്രയും ശ്രേഷ്ഠനായ ഇദ്ദേഹത്തെ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഒടുവിൽ പുത്രിയെ നാരദന് നൽകി. പിന്നീട് അങ്ങനെ തീർത്ഥാടനത്തിനിടയിൽ വീണ്ടും ആ പർവ്വതമുനിയെ കണ്ടു. അദ്ദേഹത്തിന് സമാധാനമായി. കുറച്ച് ശാന്തനായ പർവ്വതമുനി അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി, രൂപം മാറാനായിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ
നാരദ മഹർഷിയുടെ പുരുഷ രൂപത്തിലേക്ക്, പഴയ രൂപത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തു എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരു അധ്യായത്തില് മായ ദർശനമാണ്. അതൊക്കെ വലിയ വലിയ കഥകളായിട്ടാണ് പറയുന്നത്. ഒരിക്കലും വൈകുണ്ഠത്തിൽ വെച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ച് മായയെക്കുറിച്ച് ഭഗവാൻ ഇങ്ങനെ പലതും പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചതാണ്, പല പല കഥകളിലൂടെയും ഉപദേശിച്ചതാണ്. മായ ആരാണ്, എന്താണ് മായ, അവളുടെ രൂപം എന്താണ്, മായ എനിക്ക് കാണണം എന്ന് നാരദ മഹർഷിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. മായ സത്യാദി ഗുണങ്ങൾ സത്വാദി ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളും അടങ്ങിയവളാണ് മായ. സർവതത്വവും അറിയുന്നവളാണ് മായ. ഏതിനും ഇരിപ്പിടമായവളാണ് മായ. ആർക്കും ജയിക്കുവാൻ കഴിയാത്തവളാണ് മായ. അനേക രൂപമായിരിക്കുന്നവളാണ് മായ. അവളെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ശ്രീ വിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ അവിടെ നിന്ന് നാരദ മഹർഷിക്ക് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ നാരദ മഹർഷിക്ക് ഒരു ജിജ്ഞാസ കൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത ചില ഘട്ടങ്ങളുണ്ട്. അപ്പോൾ പറയും എനിക്കത് കാണണം, എനിക്കത് വേണം എന്നൊക്കെ നിലവിളിക്കുന്ന കുട്ടിയെ പോലെ നാരദ മഹർഷി പറഞ്ഞു എനിക്ക് മായ കാണണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ ഇതിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഗരുഡോപരി ഇങ്ങനെ കയറ്റി കൂട്ടിക്കൊണ്ടുപോകുന്നു. കന്യാകുബ്ജം എന്ന ദേശത്തിലെത്തി. അവിടെ ഒരു തടാകക്കരയില്, നമുക്ക് ആ കഥ കൂടി ചുരുക്കി ഇങ്ങോട്ട് വേഗം പറയാം. തടാകക്കരയിലെത്തി സന്ധ്യാവന്ദനാദികൾ ചെയ്തു. നാരദ മഹർഷി ആദ്യം കുളിച്ചോളൂ, വീണ ഇവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. വീണ വെച്ചു. തടാകത്തിലേക്ക് ഇറങ്ങി കുളിച്ച് കരയിൽ കയറുന്നതോട് കൂടിയിട്ട് അതിസുന്ദരിയുടെ രൂപമാണ് തനിക്കുള്ളതെന്ന് വെള്ളത്തിൽ നോക്കിയപ്പോഴും മനസ്സിലായി. ഞാൻ ആകെ മാറി, തലമുടിയൊക്കെ നീണ്ടിങ്ങനെ വന്നിട്ടുണ്ട്, അതിസുന്ദരിയായ സ്ത്രീ രൂപത്തിലേക്ക് എത്തി ഞാൻ എന്ന് മനസ്സിലായി. അവിടെ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ കാണുന്നില്ല, തന്റെ വീണ ഇല്ല, അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. എല്ലാം സ്മൃതി ഭ്രംശമുണ്ടായി. അപ്പോഴാണ് അവിടെ ഒരു കുതിരപ്പുറത്ത് താലധ്വജൻ എന്ന രാജാവ് എത്തുന്നത്. കാര്യങ്ങൾ സംസാരിച്ചു. ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ കഴിയുന്നതല്ലേ എന്ന് ചോദിച്ചു. കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പല്ലക്ക് കൊണ്ടുവന്നു, കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് വിധിപ്രകാരം വിവാഹം ചെയ്തു. സൗഭാഗ്യസുന്ദരി എന്ന പേര് വിളിച്ച് അങ്ങനെ അവരുടെ ദാമ്പത്യം. ഒരു പുത്രനുണ്ടായി വീരശർമാവ്, പിന്നീട് പുത്രനുണ്ടായി സുധന്മാവ്. അങ്ങനെ 12 കുട്ടികളോടുകൂടി വളരെ കാലം കൊട്ടാരത്തില് സുഖഭോഗങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞുകൂടുന്നതിനിടയില് ശത്രു രാജാക്കന്മാര് യുദ്ധത്തില് ഇദ്ദേഹത്തെ തോൽപ്പിച്ചു. പുത്രന്മാര് നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. ദുഃഖിതയായി യുദ്ധക്കളത്തില് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത്, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ആദിനാരായണമൂർത്തി ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് ചോദിച്ചു, നീ ആരാണ്, എന്താണ് സംഭവങ്ങൾ, എന്താണെന്നൊക്കെ ചോദിച്ചു. സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വപ്നത്തിൽ കാണുന്നത് യാഥാർത്ഥ്യത്തിൽ ഉണ്ടാവില്ലല്ലോ. നമ്മൾ സ്വപ്നത്തിൽ പലതും കാണും, സ്വപ്നം കാണുന്നത് പോലെയുള്ളൂ. ഉറക്കത്തിൽ നമ്മൾ പലതും കാണും. ആന കുത്താൻ വരുന്നതായിട്ട് കാണും, പരിഭ്രമിക്കും, വേർക്കും, നിലവിളിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഉണരുമ്പോൾ ആന ഉണ്ടാവില്ല. അപ്പോൾ ഈ ഉറക്കവും ഉണർച്ചയും പോലെയാണ്, ഉണർവും പോലെയാണ് നമ്മൾ മായയിലേക്ക് എത്തുന്നതും മായയിൽ നിന്ന് മോചിതരാകുന്നതും. ചിലപ്പോൾ കാണാം മരിച്ചുപോയ 2 തലമുറയ്ക്കപ്പുറത്തുള്ള മുത്തശ്ശൻ വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയും കൈപിടിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. നമ്മൾ ഉണർന്നു കഴിയുമ്പോഴേക്ക് ഒന്നും ഉണ്ടാവില്ല, തലമുറ 2 അപ്പുറത്തുള്ള അദ്ദേഹമായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ദുഃഖം ഉണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞുപോയ ആളെ കണ്ട വിഷമങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാകും. ഇതുപോലെ മാത്രമേ ഉള്ളൂ. പുത്രന്മാർക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും കർമ്മങ്ങൾ ചെയ്യണം, പിതൃകർമ്മങ്ങൾ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, തടാകത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞൊരു തടാകക്കരയിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് തടാകത്തിൽ വെച്ച് പിതൃകർമ്മം ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ച് കയറിയതോടുകൂടി നാരദ മഹർഷിക്ക് പഴയ ആ സ്വരൂപം, പുരുഷ സ്വരൂപം തിരിച്ചു കിട്ടിയ സമയത്ത് കരയിലേക്ക് നോക്കുമ്പോഴേക്ക് ആ ബ്രാഹ്മണനല്ല അവിടെ ഉള്ളത്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ഇദ്ദേഹത്തിന്റെ നേരത്തെ വെച്ചിരിക്കുന്ന വീണയും മഹതി എന്ന വീണയും അവിടെ കാണുന്നു. കാര്യങ്ങളൊക്കെ മഹാവിഷ്ണു പറഞ്ഞു. മായയാണ് അങ്ങ് കണ്ടത് മുഴുവൻ. ഞാനും മഹേശ്വനും സകലരും മായയില് മോഹിക്കാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ടതില്ല, വിഭ്രമിക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെ സർവകർമ്മ ഫലങ്ങളും അനുഭവിച്ച് തീർക്കുക ജീവിതത്തില്. സരസ്വതി നദീ തീരത്തുള്ള ഗുഹയിൽ വെച്ച് ഇത്രയും ഉപദേശങ്ങളൊക്കെ നാരദൻ വ്യാസന് നൽകിക്കൊണ്ട് സഞ്ചരിക്കുന്നു. അതോടുകൂടിയിട്ടാണ്
വേദവ്യാസൻ സമാധിയില് ഭഗവാന്റെ ലീലകള് അനുഗ്രഹ രൂപത്തിൽ കണ്ടുകൊണ്ട് ഭാഗവതം രചിക്കുകയൊക്കെ ചെയ്തത് സർവമായയുടെയും പ്രഭാവമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദംബികയുടെ മായാദേവിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജന്മത്തെ സഫലമാക്കാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന് ഈ കഥകളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ 31 അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇതം അഖില കഥാനാം സാരഭൂതം പുരാണം നിഖില നിഗമതുല്യം സപ്രമാണാനുവിദ്ധം പഠതി പരമഭാവാദ്യ ശൃണോതീഹ ഭക്ത്യാ സഭവതി ധനവാൻ വൈ ജ്ഞാനവാൻ മാനവോത്ര. സച്ചിദാനന്ദരൂപയായി പരമേശിയായി മായാവിശിഷ്ടയായി മായേശ്വരിയാം ജഗദംബയെ ധ്യാനിക്ക പൂജിക്ക നിത്യം ജപിക്കുക നമിക്കുക. എന്നാൽ കൃപാർദ്രയായി ദേവി ദേഹിക്കേകും വിമുക്തിയേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം തത്സൽ. എല്ലാവർക്കും സാദര നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, അഭിപ്രായങ്ങളോ സംശയങ്ങളോ. നമസ്കാരം, ഞാൻ വടശ്ശേരി ഹരിയാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു. കഥ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനോട് അതിൻ്റെ എല്ലാവിധ എൻ്റെ വിനീതമായിട്ട് നമസ്കാരം വീണ്ടും വീണ്ടും പറയട്ടെ. ചെറിയൊരു കാര്യം പറയാനാണ് ഇപ്പോൾ ഓണാക്കിയത്. നന്നായിട്ട് പറയുന്ന സമയത്ത് ഇതിൽ ആൾക്കാരിങ്ങനെ ലെഫ്റ്റായിട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ അത് മുഴുവൻ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയണത്, അല്ലെങ്കിൽ മുഴുവൻ അറിഞ്ഞുകൊണ്ടാണ് പറയണത്. 11 അധ്യായത്തിനെ ഇത്ര ഷോർട്ടൻ ചെയ്ത് അത് പറയാത്ര എളുപ്പമല്ല. അപ്പം അത് ഫുള്ളായിട്ട് പറയുമ്പോൾ എന്തിനാണോ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്, എന്തിനാണോ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ശരിക്കും അത് വിനിയോഗിക്കണമല്ലോ. അതിൽ ഒരു ശ്രദ്ധക്കുറവ്, ലെഫ്റ്റായിട്ട് പോകുന്നവർ. രണ്ടാമത്, ഈ ചില ആചാര്യന്മാർക്ക് അവരുടേതായിട്ടുള്ള, അദ്ദേഹത്തിന് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു വലിയ ഒരു മഹാനാണെന്നുള്ളത്, എത്രയോ സ്റ്റേജുകൾ കൈകാര്യം ചെയ്തു. അപ്പോൾ അതൊരു ഗുരുഹേളനമായിട്ട് വരും. അത് ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്ന ആൾക്കാർ ഒരു നോട്ടായിട്ട് കൊടുക്കണം. ആരൊക്കെയാണോ എപ്രകാരത്തിലാണോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്രയും നന്നായിട്ട് പറയുക, ഇത്ര സ്റ്റഡി ചെയ്ത് പറയുക. അപ്പോൾ ഒരു ഹേളനം വരുമ്പോൾ അതൊരു നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ മുഴുവനെ. അപ്പോൾ അത് ഒരു നോട്ട് എന്തായാലും അത് കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാവർക്കും വളരെയധികം ഇതിൻ്റെ കോർഡിനേഷൻ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് എൻ്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ സമർപ്പിക്കണം. പെരിങ്ങമനയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. നാരായണ. ഇനി ആരെങ്കിലും? ഇനി ആരും ഇല്ല എന്ന് തോന്നുന്നു.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔപചാരികമായിട്ടുള്ള നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാം. നന്ദി അർപ്പിക്കുന്നതിനായിട്ട് ബ്രഹ്മശ്രീ സന്തോഷ് വേഴശ്ശേരിയെ ക്ഷണിക്കുന്നു. നമോ ഭഗവതി വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് നീലകണ്ഠൻ, വേഴശ്ശേരിയിലം. ഇന്ന് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പ്രകാശനമാണ്. വൈശാഖ മാസത്തിലെ 14-ാം ദിവസമായ ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ചേർന്ന് വൈശാഖ മഹാത്മ്യം പാരായണം ചെയ്യുകയും അതിൻ്റെ മഹത്വവും അർത്ഥവും വളരെ വിശദമായി തന്നെ പറഞ്ഞു തരികയും ചെയ്ത ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരി അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ആ ആചാര്യപാദങ്ങളിൽ തൊട്ട് വന്ദിക്കുന്നു. കൂടാതെ വളരെ ചിട്ടയോടുകൂടി ഓരോ കാലാംശവും അവതരിപ്പിച്ച ഞങ്ങളുടെ 6ാം ബാച്ചിലെ അംഗമായ ശ്രീ ഹരികുമാർ എടമന, അതോടൊപ്പം ഈ വേദിയെ പ്രാർത്ഥനയോടെ ധന്യമാക്കിയ ശ്രുതി കാരക്കാട്, സ്വാഗതമരുളിയ ശ്രീ നാരായണൻ പുതുമന, അതോടൊപ്പം പൂജാപഠന ക്ലാസ്സിലെ ഞങ്ങളുടെ എല്ലാം ഗുരുനാഥനായ ശ്രീ ഏറാഞ്ചേരി ഗോവിന്ദൻ നമ്പൂതിരി അവർക്കും, അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ സെക്രട്ടറിയും പൂജാപഠന ക്ലാസിന്റെ കോർഡിനേറ്ററുമായ ശ്രീ എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി അവർക്കും, സർവോപരി ഈ യജ്ഞത്തിൽ സന്നിഹിതരായി പാരായണവും മഹത്വവും ശ്രവിച്ച് പുണ്യം നുകർന്ന എല്ലാവർക്കും അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ പേരിലും എന്റെയും എൻ്റെ കുടുംബത്തിന്റെ പേരിലും ഒപ്പം പൂജാപഠനം സഹപഠിതാക്കളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഏവരുടെയും മഹനീയമായ സാന്നിധ്യം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വെബിനാർ അവസാനിക്കുന്നതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി.